അവർക്ക് ഈശ്വരവിശ്വാസം ഇല്ല എന്നാണ് പറയുന്നത്. ആദ്യം ഈശ്വരവിശ്വാസം, അതിനുശേഷം വിഗ്രഹാരാധനയിലെ വിശ്വാസം. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ ക്ഷേത്രങ്ങൾ ബന്ധിക്കാൻ പറ്റുള്ളൂ. വെറും ഈശ്വരവിശ്വാസം മാത്രമാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകണമെന്നില്ല. അപ്പോൾ അത് ആരാധനയുടെ ഒരു കേന്ദ്രം കൂടിയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സമ്പത്ത് അല്ലെങ്കിൽ വരുന്നത് കഴിയുന്നത്ര അക്കൗണ്ട് ഇല്ലാതെ ഒക്കെ എടുക്കുക എന്നുള്ളൊരു സമ്പ്രദായത്തിലേക്ക് ഇവർ മാറുകയാണ്. കാരണം ഇത് ആരും ചോദിക്കാനില്ല. കാരണം ഇവർക്ക് ഹിന്ദു നാമധാരികളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ മുഖ്യമന്ത്രിക്കുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു നാമമുണ്ട്. ആ സമയം അതൊരു ഹിന്ദു നാമധാരി ആയിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഈ രീതിയിൽ ചെയ്യില്ല. ഒരു മുസ്ലിം ലീഗിൻ്റെ മുഖ്യമന്ത്രി ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ശബരിമലയിലും മറ്റു ക്ഷേത്രങ്ങളിലും ഈ രീതിയിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ചെയ്യില്ല. അതിപ്പോൾ മുഹമ്മദ് ഗസ്നിയോ അത് ഗോറിയൊക്കെ സോമനാഥ ക്ഷേത്രം കൊള്ളയടിച്ച പോലെ പരസ്യമായിട്ട് കൊള്ളയടിക്കാനൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ രീതിയിൽ അവർ ചെയ്യില്ലായിരിക്കും. ഇവരാണ് ഇതുപോലെ ഇവരുടെ ഫ്രാക്ഷൻ ആയിട്ടുള്ള സംഘടനകളുണ്ടാക്കി ദേവസ്വം ബോർഡിലുള്ള ജീവനക്കാരിൽ ബഹുഭൂരിപക്ഷത്തെയും അതിലില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ പലരും നിൽക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഇവരുടെ സംഘടനയാണ് പ്രബലമായിട്ടുണ്ടാക്കുകയും അതിനെ വളർത്താനൊക്കെ ഉപയോഗിക്കുകയും അതിലല്ലാത്തവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെ കിട്ടാവുന്ന സാധനങ്ങൾ മുഴുവൻ ഈ കാലഘട്ടത്തിൽ മാറ്റി കൊണ്ടുപോകുക. ഇപ്പോൾ ശബരിമലയിൽ തന്നെ അവിടെ കൊടിമരത്തിൻ്റെ മുകളിൽ ശരിക്കുള്ളത് പലരും വിശ്വസിക്കുന്നത് അയ്യപ്പൻ്റെ വാഹനം പുലിയാണെന്നൊക്കെയാണ്. അതല്ല, അത് കുതിരയാണ്. അതിൻ്റെ മുകളിലാണ് അത് വാഹനം വേണ്ടത്. ആ കുതിര ശരിക്കും ഒറിജിനലായിട്ട് സിൽവറിലുള്ളതായിരുന്നു. അതും മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ഇതുവരെ പറഞ്ഞു കണ്ടില്ല. പക്ഷെ അതും മാറ്റി കളഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വേറെ ഒരു കുതിര എടുത്ത് വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്.